കർണാടകത്തിലെ ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനയിൽ ലോറി ഉടമ മനാഫ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യപ്പെടും. ഇന്നലെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം SIT ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു. പക്ഷേ മനാഫ് പോയില്ല. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് റഗീസ് ചേരുന്നു. റഗീസ്, ഗുഡ് മോർണിംഗ്. റഗീസ്, യഥാർത്ഥത്തിൽ ഈ കണ്ടെത്തൽ മുഴുവൻ കീഴ്മേൽ മറിയുന്ന രീതിയിലുള്ള സംഭവമാണോ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്? ഈ അവിടുത്തെ ധർമ്മസ്ഥലയിലെ ക്ഷേത്ര ആരാധനയ്ക്കും അതുപോലുള്ള കാര്യങ്ങൾക്കും ഖ്യാതി ഇല്ലാതാക്കാൻ വേണ്ടി ആളുകൾ മനഃപൂർവ്വം ചെയ്തു എന്ന് പറയുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്താണ് യഥാർത്ഥ വിവരം? നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? ഗുഡ് മോർണിംഗ്. വെരി മോർണിംഗ് SKN. ഇത്തരത്തിൽ നിലവിൽ എന്തായാലും SIT അന്വേഷണത്തിൽ ഈ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആംഗിളിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ, ആക്ഷൻ കൗൺസിൽ അംഗങ്ങളിലെ പലരെയും ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇവരുടെ വീട്ടുകളിലൊക്കെയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. പക്ഷേ പോലീസ് അല്ലെങ്കിൽ SIT ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം SIT ഇതുവരെ സ്ഥിരീകരിക്കുന്നില്ല. അതിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമേ അത് ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ എന്ന നിലയിലേക്ക് SIT എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യ താൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ചിലരൊക്കെ തന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് എന്ന തരത്തിലൊക്കെയും ഒരു മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് SIT സംഘം ഇപ്പോൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ആ അന്വേഷണം ഇപ്പോൾ മനാഫിലേക്ക് കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഈ ലോറി ഉടമ മനാഫിനെ നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ആദ്യം എത്തിയ ഒരാളാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പേജിൽ നിരവധിയായിട്ടുള്ള വീഡിയോകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല തെളിവുകളും തൻ്റെ പക്കലുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് SIT ഇപ്പോൾ മനാഫിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. ഇന്നലെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഇന്നലെ ഹാജരായിരുന്നില്ല. മറിച്ച് തിങ്കളാഴ്ച ഹാജരാകാമെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രി മനാഫുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തൻ്റെ പക്കലുള്ള തെളിവുകൾ ഏത് അന്വേഷണ ഏജൻസിക്ക് മുന്നിലും നൽകാൻ താൻ തയ്യാറാണ്. തൻ്റെ വാദങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഈ ബലാത്സംഗ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്, ഇതൊക്കെയും താൻ ബോധ്യപ്പെട്ട കാര്യമാണ്, തനിക്ക് ബോധ്യമുണ്ട്, അത് തെളിയിക്കാൻ താൻ തയ്യാറാണെന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതിലിപ്പോൾ പലതരത്തിലുള്ള വീക്ഷണങ്ങൾ വരുന്നുണ്ട്. ചില മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെയും സോണിയാഗാന്ധിക്ക് അടക്കം കത്തയച്ചിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണം വ്യതിചലിച്ചു പോകുന്നുണ്ട്. കാരണം അവിടെ കാണാതായ പെൺകുട്ടികളുണ്ട്, മറവ് ചെയ്തു എന്ന ആരോപണം ഉയരുന്ന തരത്തിലുള്ള പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഏതാണ്ട് 438-ലധികം വരുന്ന ആളുകളെ അവിടെ കാണാതായിട്ടുണ്ട് എന്ന വിവരാവകാശ രേഖ തന്നെയുണ്ട്. അപ്പോൾ ഇവരൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും ഇപ്പോൾ ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ തിരിച്ചറിയപ്പെടാതെ സംസ്കരിച്ച മൃതദേഹങ്ങൾ എന്നിവയുടെ പട്ടികയിൽ ഒരു വലിയ റൈസാണ് കാണാൻ കഴിയുന്നത്. അതായത് വലിയ നമ്പറാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും സംശയമുണർത്തുന്നതും. പക്ഷേ അപ്പോഴും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഖ്യാതിയെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ സംഘം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതിന് വിദേശ ശക്തികളുടെ അടക്കം പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ട്രസ്റ്റിനെ അനുകൂലിക്കുന്നവരും ഒപ്പം തന്നെ BJPയും ഒക്കെ പറയുന്നത്. ഇതിൽ ED അന്വേഷണം അടക്കം എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ട്. അതായത് ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ഏതെങ്കിലും വിദേശ ശക്തികളുടെ പണം ലഭിച്ചിട്ടുണ്ടോ, അവരുടെ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നതിനാൽ ഇതാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ SIT റിപ്പോർട്ട് വെക്കുന്നതോടെ കാര്യങ്ങളിൽ കൂടുതൽ കൃത്യതയും വ്യക്തതയും ഉണ്ടാകും. SKN.